എന്തിനാ താൻ ഇങ്ങനെ ഇരിക്കണ? പുറത്തേക്കൊന്നും പോയില്ലേ? തന്നെ ജയിച്ചാ സലീമും മറ്റവനും കൂടി ഇങ്ങോട്ട് വന്നിട്ടല്ലോ. അവർക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടോ? വേറെ മാർഗമില്ല, രക്ഷയില്ല. എന്തെങ്കിലും പറഞ്ഞ അവരൊന്നും ഒഴിവാക്കണോ? ഞാൻ എന്ത് പറഞ്ഞാലും താൻ മിണ്ടാൻ നിൽക്കരുത്. ഒന്നും അതാ ഓർത്തെടുത്ത് തലയിലിട്ടിരുന്നു. അവരിവിടെ എത്തിയിട്ടുണ്ട്. കാശ് പറഞ്ഞ നീ കൊറേ നാളായിട്ട് ഇന്നലെ നാൽപ്പതാന്ന് പറയുന്നത്. അത് ശരി, നിനക്ക് തരാണ്ട പൈസ എന്ന് പറഞ്ഞില്ലേ? എന്ത് മരം വെട്ടാനുള്ള പണി. ബംഗാളി ഒരു കൊമ്പൊടിച്ച് തലയിലിട്ട് കിളി പോയിരിക്കണ. ഇപ്പൊ ആരെ കണ്ടാലും തിരിച്ചറിയില്ല, എന്ത് ചോദിച്ചാലും അറിയില്ല, ചെവിയും കേൾക്കൂല, കണ്ണും കണ്ടുകൂടാന്ന് പറഞ്ഞ മാതിരിയാണ് ഇരിക്കണത്. അയ്യോ, അപ്പൊ ഇതിപ്പോ ഞാൻ എന്റെ കാശിനെ വാങ്ങിച്ചെടുക്കൂടൂ ഇയാളുടെ. ഇപ്പൊ എന്താ ചെയ്യപ്പോ ഇയാള് മിണ്ടയില്ല, പറയില്ല, ഒന്നും കേൾക്കില്ല. ഊമയായിട്ടിരിക്കണേ. ഊമയല്ല, ഇങ്ങനെ ഇരിക്കണേ കോമയായിട്ടുണ്ടോ? അതന്നെ, കോമ തെറ്റിപ്പോയാലും കോമയായിട്ടിരിക്കണം. ചെവി കേൾക്കാൻ പാടില്ല, ഒന്നും കേൾക്കാൻ പാടുള്ളൂ. ഉറപ്പാണ് ഞാൻ പറഞ്ഞ ആള് കേൾക്കൂല. ഇല്ലാന്നേ, എനിക്ക് തോന്നുന്നു ഇരിപ്പണ്ടിട്ട് കേൾക്കൂല, ഒന്നും കേൾക്കില്ല, കാണയില്ല, മുണ്ടേയില്ല. പിന്നെ ആരാ സാധനം എനിക്കറിയാവോ? പിന്നെ എത്ര പേര് പൈസ വാങ്ങിച്ചെന്നറിയോ? എന്നെ തന്നെ ഒരു 100 വട്ടം ഈ വീട്ടിൽ കെട്ടി ചേർക്കണത്. ഉറപ്പാണ്. മുതലാണ് ഇരിക്കണത്. അതിരിക്കണ ഇരിപ്പേണ്ടില്ല, ഇങ്ങനെ മലത്തി പിടിച്ചിട്ടുണ്ടോ? ഇനിയിപ്പൊ ഞാൻ അല്ല വേറെ പണിയുണ്ട് എന്റെ കയ്യില്, കുഴപ്പമില്ല. ഒന്ന സ്ഥിതിക്കേ തന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? കഴിഞ്ഞ ദിവസം ഈ കുത്തിച്ചാരി വെച്ചേക്കുന്നത് ഞാനും കൂടെ ഒരു തനിക്ക് തരാനുള്ള പൈസ കൊടുത്ത് മറ്റേ കൊടുക്കാതെ 2000 രൂപ. താല്ല പറഞ്ഞ ഇയാളെ കോമയാണ് മിണ്ടൂലാന്നൊക്കെ. കോമയും മാമേക്കാൾ നിൽക്കട്ടെ, ആ ടിക്കറ്റ് എടുത്ത് എന്നാ തനിക്ക് ഇരിക്കട്ടെ 1000. എന്നീ 1000 എടുക്കാൻ നോക്കണ്ടത് ടിക്കറ്റാ അതോടെ ടിക്കറ്റ് അല്ലേ? ഏതോ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ ടിക്കറ്റിന്റെ കേസാണ്. ഈ ടിക്കറ്റ് ഞാനുള്ള ഷെയറിൽ എടുത്താണ്. ഇതിന്റെ ഷെയർ കാശ് വരെ തന്നിട്ടില്ലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. എന്താ